Hi guys, welcome to EIKV and this is Krishna. അപ്പോൾ ഇതിൽ തന്നേക്കുന്നത് ഒരു കമ്പനി തന്നിട്ടുണ്ട്. കമ്പനിയുടെ പേര് കറിംപോങ് ഹിമാലയ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പം ആ കമ്പനിയുടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 1,54,28,642. എന്നിട്ട് അവർ തന്നേക്കുന്നത് കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട്, കോസ്റ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലാണ് തന്നേക്കുന്നത്. അപ്പോൾ കോസ്റ്റിങ്ങിൽ കമ്പനിക്ക് കോസ്റ്റിംഗ് സിസ്റ്റവും ഉണ്ട്, ഫിനാൻഷ്യൽ സിസ്റ്റവും ഉണ്ട്. അപ്പോൾ ഫിനാൻസിൻ്റെ കോസ്റ്റിങ്ങിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നേക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗൂഡ്സും ഫിനിഷ് ഗൂഡ്സിൻ്റെയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. രണ്ട് കോസ്റ്റിംഗ് തന്നിട്ടുണ്ട്, ഫിനാൻസും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് ഇൻകം തന്നിട്ടുണ്ട്, ഡൊണേഷൻ കൊടുത്തത് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് സെല് ചെയ്തപ്പോൾ പ്രോഫിറ്റ് ആണ്, ആ പ്രോഫിറ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് സിമെൻറ്റ് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് സിമെൻറ്റ് 2 യൂസ്ഡ് ഫോർ ഹോം കൺസംഷൻ, ഓൺ കൺസംഷന് യൂസ് ചെയ്ത വാല്യൂ ഓഫ് സിമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പം അത് രണ്ട് സിസ്റ്റത്തിലും, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഉള്ളതും കോസ്റ്റിംഗ് സിസ്റ്റത്തിലുള്ളതും തന്നിട്ടുണ്ട്. പിന്നെ പവർ ജനറേഷൻ, കോസ്റ്റ് ഓഫ് പവർ ഡ്രോൺ ഫ്രം വിൻമിൽ. അപ്പോൾ ഇവർക്ക് തന്നെ വിൻമില്ലുണ്ട്, വിൻമില്ലിൽ നിന്ന് കോസ്റ്റ് പവർ എടുത്തേക്കണതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. അതും രണ്ട് രീതിയിൽ തന്നിട്ടുണ്ട്. EB വെച്ചിട്ടാണ് കോസ്റ്റിങ്ങിൽ എടുത്തേക്കുന്നത്, പിന്നെ അറ്റ് കോസ്റ്റും തന്നിട്ടുണ്ട്. അതാണ് ഫിനാൻഷ്യൽ എടുത്തേക്കുന്നത്, പക്ഷേ EB വെച്ചിട്ടാണ് കോസ്റ്റിങ്ങിൽ എടുത്തേക്കുന്നത്. പിന്നെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട്. പിന്നെ വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ നമ്മൾ കൊടുത്തത്, കമ്പനി കൊടുത്തത് തന്നിട്ടുണ്ട്, 16 lakhs തന്നിട്ടുണ്ട്. ഇൻഷുറൻസ് ക്ലെയിം ഉണ്ട്, ഇൻഷുറൻസ് ക്ലെയിം റിലേറ്റഡ് ടു പ്രീവിയസ് ഇയർ. അപ്പോൾ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഇൻഷുർ ചെയ്തേക്കുന്ന എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ സൊല്യൂഷനിൽ വരാൻ നേരത്ത് ഒരു റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യം തന്നെ പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്തു, 1,54,28,642 ആ എമൗണ്ട് എടുത്തു. ഇനി വരുന്നത് അടുത്ത എമൗണ്ടാണ്. അപ്പോൾ അടുത്ത എമൗണ്ട് എന്ന് വെച്ചാൽ അടുത്ത എമൗണ്ട് നോക്കാം. അപ്പോൾ അതിൽ അടുത്ത കാറ്റഗറി എന്ന് വെച്ചാൽ ഇൻകം റിസീവ്ഡ്, അതായത് ഫിനാൻസിൽ റിസീവ് ചെയ്തിട്ട് കോസ്റ്റിങ്ങിൽ എടുക്കാത്ത കുറച്ച് ഇൻകം ഉണ്ട്. അപ്പോൾ ആ ഇൻകമാണ് അടുത്ത് തന്നേക്കണം. അപ്പോൾ അതെല്ലാം ഡിഡക്ട് ചെയ്ത് കളയണം. അപ്പോൾ ആ ഇൻകം നമുക്ക് ഡിഡക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻകം എടുക്കാൻ നേരത്ത് ഫസ്റ്റ് കാറ്റഗറി വരുന്നത് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുമ്പോൾ 6,15,000 വരും, അതെഴുതി. അത് കഴിഞ്ഞിട്ട് തന്നെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം 45,36,000 വരും. അത് നമുക്ക് ഫിനാൻഷ്യലി റിസീവ് ചെയ്തതാണ്, കോസ്റ്റിങ്ങിൽ എടുക്കാത്ത ഇൻകം. അങ്ങനെയുള്ള ഇൻകം നമ്മൾ ലെസ് ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് വരുന്ന നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ വരുന്നത് കോസ്റ്റ് ഓഫ് പവർ ഡൗൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് പവർ ആണ്. അത് നമുക്ക് ഞാൻ ക്വസ്റ്റ്യനിൽ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ വരാൻ നേരത്ത് കോസ്റ്റ് ഓഫ് പവർ എന്നും പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ എമൗണ്ടും കൊടുത്തിട്ടുണ്ട്, അറ്റ് കോസ്റ്റും കൊടുത്തിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് EBയുടെ ബില്ലും കൊടുത്തിട്ടുണ്ട്, ഒന്ന് അറ്റ് കോസ്റ്റും കൊടുത്തിട്ടുണ്ട്. അറ്റ് കോസ്റ്റ് എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ഇൻകം കൊടുത്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ രണ്ട് എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്, കോസ്റ്റും കൊടുത്തിട്ടുണ്ട്, അതല്ലാതെ EBന്ന് പർച്ചേസ്. അപ്പോൾ EBന്ന് പർച്ചേസ് ചെയ്ത എമൗണ്ടാണ് കോസ്റ്റിങ്ങിൽ എടുത്തേക്കുന്നത്. ഫിനാൻസിങ്ങിൽ എടുത്തേക്കണം കോസ്റ്റ്, അതായത് ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്യണം, അല്ലെങ്കിൽ ഇവർ തന്നെ വിൻഡ് മില്ലിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ഇൻകമാണ്, ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് എന്ന് വെച്ചാൽ 36 lakhs വരും. അത് നേരെ മറിച്ച് കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ എടുത്തേക്കുന്ന 49 lakhs എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് എടുത്തേക്കുന്നത്. ഓക്കെ, കോസ്റ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ, ഒരു 13 lakhs കൂടുതൽ എമൗണ്ട് കോസ്റ്റിങ്ങിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കോസ്റ്റിങ്ങിൽ എക്സ്പെൻസ് കൂടി കിടക്കുന്നതിന് ഫിനാൻഷ്യലി എക്സ്പെൻസ് കുറഞ്ഞു കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരാൻ നേരത്ത് നമ്മളത് ലെസ് ചെയ്ത് കളയും. കാരണം എന്താണ്, എക്സ്പെൻസാണ് കൂടി കിടക്കുന്നത്, അത് കോസ്റ്റിങ്ങിലാണ് കൂടി കിടക്കുന്നത്. അപ്പോൾ കോസ്റ്റിങ്ങിൽ കൂടി കിടക്കാൻ നേരത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റാണ് തന്നേക്കുന്നത്. ഈ ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്ന് ഈ കോസ്റ്റിങ്ങിൻ്റെ എമൗണ്ട്, അതായത് ഈ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കോസ്റ്റിങ്ങിൻ്റെ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ.
അതിൻ്റെ ഡിഫറൻസിൽ നിന്ന് ആ എമൗണ്ടിൻ്റെ ഡിഫറൻസ് കുറച്ച് കളഞ്ഞാൽ മാത്രമേ കോസ്റ്റിങ്ങിൻ്റെ എമൗണ്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. റൈറ്റ്. ഇനി അടുത്ത ഇൻഷുറൻസ് ക്ലെയിം ഇൻകം ഫിനാൻസിൽ കയറിയിട്ടുണ്ട്, കോസ്റ്റിങ്ങിൽ അത് ഒരു സാഹചര്യത്തിലും എടുക്കില്ല. അപ്പോൾ അങ്ങനെ എടുക്കാത്ത സമയത്ത് അത് ഡിഡക്ട് ചെയ്തതാണ്. റൈറ്റ്. ഇനി അടുത്തത് ആഡ് എക്സ്പെൻസസ് നോട്ട് കൺസിഡർഡ് ഇൻ കോസ്റ്റിംഗ്. അപ്പം എക്സ്പെൻസസിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. നമുക്ക് ലോസ് എമൗണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ P&L അത് കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ സെയിം സാധനം കോസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ അത് എടുക്കൂല. അപ്പോൾ അങ്ങനെ എടുക്കാതെ വരാൻ നേരത്ത് എക്സ്പെൻസ് കൂടി കിടക്കും ഫിനാൻസിൽ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ എമൗണ്ട് ആഡ് ചെയ്ത് കയറ്റുന്നത്. ഓക്കെ. ഡൊണേഷൻ അതുപോലെ ഡൊണേഷൻ എക്സ്പെൻസ് ബെയർ ചെയ്തിട്ടുണ്ട്, അത് ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ ആ എമൗണ്ട് ആഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്തുള്ളൂ. ഇനി വാല്യൂ ഓഫ് സിമെൻറ്റിൻ്റെ വാല്യൂവേഷൻ നമുക്ക് നോക്കാം. സിമെൻറ്റിൻ്റെ വാല്യൂവേഷൻ 2 കോസ്റ്റ് തന്നിട്ടുണ്ട്. ഒന്ന് കോസ്റ്റിംഗിൽ തന്നേക്കുന്നത്, ഒന്ന് ഫിനാൻസിൽ തന്നേക്കുന്നത്. കോസ്റ്റിംഗിൽ തന്നേക്കുന്നത് 3,65,000 ഫിനാൻസിൽ തന്നേക്കുന്നത് 3,82,000. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഫിനാൻസിലാണ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. അപ്പോൾ ഫിനാൻസിൽ കോസ്റ്റ് കൂടുതൽ കിടക്കണം, കോസ്റ്റിങ്ങിൽ കോസ്റ്റ് കുറഞ്ഞ കിടക്കണം. അപ്പോൾ നമുക്ക് കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്തേണ്ടത്, കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടി ആ ഡിഫറൻസ് എന്നുള്ള എമൗണ്ട് ആഡ് ചെയ്ത് കയറ്റാം. റൈറ്റ്. യെസ്. അപ്പോൾ ആഡ് ചെയ്ത് കയറ്റാം. 17,000 അതിൻ്റെ ഡിഫറൻസ്, അത് ആഡ് ചെയ്ത് കയറ്റാം. ഇനി വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ നമ്മൾ പേ ചെയ്തത്, ആ എക്സ്പെൻസ് നമ്മുടെ കോസ്റ്റിങ്ങിൽ ഒരു കാരണവശാലും കയറില്ല. അപ്പോൾ അങ്ങനെ കയറാത്ത സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്താലേ കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എഫക്റ്റ് ചെയ്യുള്ളൂ. ഇനി വരുന്നത് സ്റ്റോക്ക് വാല്യുവേഷൻ്റെ സെമി ഫിനിഷ്ഡ് ഗുഡ്സും ഫിനിഷ്ഡ് ഗുഡ്സും തന്നിട്ടുണ്ട്, അതിൻ്റെ ടോട്ടൽ എടുക്കുക. ഇനി സെമി ഫിനിഷ്ഡ് ഗുഡ്സും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിങ്ങും തന്നിട്ടുണ്ട്, അതും എഴുതുക, അതിൻ്റെ ടോട്ടൽ എടുക്കുക. എന്നിട്ട് അത് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓപ്പണിംഗ് മൈനസ് ക്ലോസിങ് ചെയ്യാം. ഇപ്പം നെഗറ്റീവ് ഫിഗേഴ്സാണ് വന്നേക്കുന്നത്. ഇവിടെ നെഗറ്റീവ് ഫിഗേഴ്സ് വന്നേക്കുന്നത് എന്ന് പറയാൻ നേരത്ത് 2 എണ്ണത്തിലും നെഗറ്റീവ് ഫിഗേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കോസ്റ്റിങ്ങിലാണ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യുവേഷനിൽ കോസ്റ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കാൻ നേരത്ത് നമുക്ക് വരുന്നത് 33,51,600 ആണ് അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ആ ഡിഫറൻസ് ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കോസ്റ്റിങ്ങിലാണ് കൂടി കിടക്കുന്നത്, നമുക്കിപ്പോൾ ഫിനാൻസിൽ നിന്നാണ് കോസ്റ്റിങ്ങിലേക്ക് എത്തേണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നെഗറ്റീവ് വന്നേക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് കൂടും എന്നാണ്. റൈറ്റ്. അതായത് എക്സ്പെൻസ് കുറയും, അതായത് എക്സ്പെൻസിൻ്റെ അവിടെ നെഗറ്റീവ് വരുമ്പോൾ, നെഗറ്റീവ് ഫിഗർ വരാൻ നേരത്ത് നമ്മുടെ എക്സ്പെൻസ് കുറയും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എക്സ്പെൻസ് കുറയും എന്നാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് 33,51,600 ആഡ് ചെയ്ത് കയറ്റും. ഓക്കെ. അപ്പോൾ ആഡ് ചെയ്ത് കയറ്റുക, 33,51,600 ആഡ് ചെയ്ത് കയറ്റുക. കാരണം ഈ എമൗണ്ട് നമുക്ക് എന്താണ് ഡിഫറൻസ് വന്നേക്കുന്ന പ്രോഫിറ്റാണ്. നമ്മുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ നമുക്ക് വന്നേക്കുന്നത് ഡിഫറൻസ് എന്ന് വെച്ചാൽ 1,24,000 ആണ്. പക്ഷെ നമുക്ക് കോസ്റ്റിങ്ങിൽ വന്നേക്കുന്നത് 1,57,000 ആണ്. ഡിഫറൻസ് 33,51,600. അപ്പോൾ ഈ 33,51,600 കൂടി ആഡ് ചെയ്യണം. ഇവിടെ നെഗറ്റീവ് വന്നേക്കണ കാരണമാണ് ആഡ് ചെയ്തത്, പോസിറ്റീവ് ആണെങ്കിൽ ലെസ് ചെയ്ത് തന്നെ. നെഗറ്റീവ് വന്നേക്കണ കാരണം അത് ആഡ് ചെയ്യും. അപ്പോൾ നെഗറ്റീവ് വന്നേക്കുന്നത് കാരണം ആ എമൗണ്ട് കൂടി ആഡ് ചെയ്യാൻ നേരത്ത് കിട്ടുന്ന എമൗണ്ടാണ് 1,31,58,737 ആണ് നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. 1,54,28,642 നമ്മുടെ ഫിനാൻഷ്യൽ ഇൻകം. അതിൽ നിന്നും നമ്മൾ ഇൻകം നോട്ട് കൺസിഡേർഡ് ഇൻ കോസ്റ്റിംഗ് ലെസ് ചെയ്യാം. ഇനി എക്സ്പെൻസസ് നോട്ട് കൺസിഡേർഡ് ഇൻ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യാം. പിന്നെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയിട്ട് ഇപ്പോൾ ഇതിൽ വന്നേക്കുന്നത് 33,51,600 കോസ്റ്റിങ്ങിൽ കൂടി കിടക്കണേണ്. അതായത് നെഗറ്റീവ് ഫിഗർ ആയത് കാരണം കോസ്റ്റിങ്ങിൻ്റെ പ്രോഫിറ്റ് കൂടി കിടക്കണേണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്ന് കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്താൻ നേരത്ത് ആ 33,51,600 ആഡ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ഫിഗറാണ് 1,31,58,737.